ഹായ് ഓൾ, നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ഈ കഴിഞ്ഞ 2 ഘട്ട പ്രിലിംസ് പരീക്ഷകളിലും ഇതുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ് ഇതിൽ ശരി ഉത്തരായിട്ട് വരുന്നത്? കുറിച്യ കുറുമ്പർ അല്ലെ, 1812 നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് കുറിച്യരും കുറുമ്പരും അല്ലെ. ഈ രണ്ട് ഘട്ട പ്രിലിംസ് എക്സാം കഴിഞ്ഞു. 2 ഘട്ടത്തിലും 1812 കലാപം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ഭാഗം മിസ്സാക്കാണ്ട് പഠിച്ചിട്ട് വെക്കോളൂ. അപ്പൊ കുറിച്യരും കുറുമ്പരും എന്തുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയ ഗോത്രവർഗക്കാരുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ്? 1812 നടന്ന കുറിച്യ കലാപമാണ്. രാമനമ്പിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. വട്ടത്തൊപ്പിക്കാരെ തോൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യങ്ങളെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? അയ്യങ്കാളി എവിടെയാ ജനിച്ചത്? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് അയ്യങ്കാളി ജനിച്ചത്? ഏത് സ്ഥലത്തായിരുന്നു അയ്യങ്കാളി കർഷക സമരം സംഘടിപ്പിച്ചത്? അല്ലേ, എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. വെങ്ങാനൂരുകാരനാണ്. വെങ്ങാനൂരിൽ ജനിച്ചതാണ് അദ്ദേഹം അല്ലെ. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി അല്ലെ. അദ്ദേഹം കേരളത്തിൽ നടത്തിയ ആദ്യത്തെ കർഷക സമരം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ടുള്ള വെങ്ങാനൂർ തന്നെയാണ്. വെങ്ങാനൂരാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? അല്ലെ, ബനാറസ് ഉടമ്പടി നമ്മുടെ ചരിത്രത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടി, ഒരു കരാറായിരുന്നു. ഏത്? ബനാറസ് ഉടമ്പടി അല്ലെ. ഇത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറൽ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. കുറെ പേര് ഓപ്ഷൻ എ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാറൻ ഹേസ്റ്റിങ്സ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ നമ്മുടെ ഗവർണർ ജനറൽ, ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അടുത്ത ചോദ്യം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഏത് ലഹളയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണിത്? അല്ലെ, ഏതാണിത്? ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ സി ആണ് കുറിച്യ കലാപം. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. രാമനമ്പിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അല്ലെ. ഓക്കെ, അടുത്തത്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ആരാണ്? കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ഏതാണ് ഓപ്ഷൻ ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് അല്ലെ. ആരാണ്? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ് കോഴിക്കോട് എന്തിന് നേതൃത്വം നൽകിയത്? ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അല്ലെ. പാലക്കാട് ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതൃത്വം കൊടുത്തത് ആരാണ്? മൊയ്യാറത്ത് ശങ്കരനാണ് പാലക്കാട് നേതൃത്വം കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. 1916 ആരുടെ നേതൃത്വത്തിലാണ് മലബാറിൽ ഹോം റൂൾ ലീഗിന്റെ ഒരു മലബാർ ശാഖ ആരംഭിച്ചത്? ഓക്കെ, ആരുടെ നേതൃത്വത്തിലാണ് മലബാറിൽ ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ ആരംഭിക്കുന്നത്? ആരാണ്? അനി ബസന്റ് ആണോ? മലബാറിലാണേ. ചോദ്യം ശ്രദ്ധിക്കണം. അനി ബസന്റ് എവിടെയാണ്? അനി ബസന്റ് അടയാറാണ് കേട്ടോ. അനി ബസന്റ് അടയാറാണ്. അടയാറിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആനി ബസന്റ്. ഓക്കെ, ആനി ബസന്റ് എവിടെയാണ്? അടയാറാണ്. നമ്മുടെ ചോദ്യം എവിടെയാണ്? ചോദ്യം മലബാറാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കെ പി കേശവമേനോൻ. ഓപ്ഷൻ സി ആണ് കെ പി കേശവമേനോൻ. ആനി ബസന്റ് എവിടെയായിരുന്നു? അടയാറിലാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ചോദ്യം ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ കടയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? കടയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വേഗം വായിച്ചേ. ഏതൊക്കെയാണ് ശരി? ഏതൊക്കെയാണ് ഈ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്? ഏത് ഓപ്ഷനാണ് ശരി? ഓക്കെ, ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഏത് പ്രസ്താവനകളാണ്? 1ഉം 3ഉമാണ് ശരി അല്ലെ.
1938 സെപ്റ്റംബറിൽ നടന്നതായിരുന്നു ഇത്. അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കൂടിയായിരുന്നു ഇത് കടയ്ക്കൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇതിലെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അല്ലെ, നമ്മുടെ ചരിത്രത്തില്, നമ്മുടെ കേരള ചരിത്രത്തിൽ കുറെ അധികം ഭോജനങ്ങൾ ഉണ്ട്. പന്തി ഭോജനം, സംവന്തി ഭോജനം, പ്രീതി ഭോജനം, മിശ്ര ഭോജനം. അപ്പൊ ഈ ഭോജനങ്ങളൊക്കെ വൃത്തിയായി പഠിച്ചു വെച്ചോളൂ, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അല്ലെ. പ്രീതി ഭോജനം നടത്തിയ സാമൂഹിക നവോത്ഥാന നായകൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ സി ആണ്. കുറെ പേര് ശരിയുത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനം നടത്തിയ വ്യക്തി, നവോത്ഥാന നായകൻ അല്ലെ. വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം അല്ലെ. തൈക്കാടയ്യ പന്തി ഭോജനം. പണ്ഡിറ്റ് കറുപ്പൻ എന്താണ്? ജാതിക്കുമ്മി എന്ന് പറയുന്ന കൃതി പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സാമിന്റെ കഴിഞ്ഞ പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്ത ചോദ്യം, മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത്? അല്ലെ, ക്വസ്റ്റ്യൻ കണ്ടു എന്നുണ്ട് കേട്ടോ, ഒന്ന് ശരിയാക്കണേ. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണേ, സോറി. മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത്? അല്ലെ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? ആരെ കുറിച്ചായിരുന്നു? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ചട്ടമ്പി സ്വാമികൾ അല്ലെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തീ പോലെ ഉണ്ട്, പൊള്ളാത്തത് അല്ലെങ്കിൽ ആളിക്കത്താത്തത് ഭാഗ്യം എന്നീ പ്രസ്താവനകളെല്ലാം നടത്തിയത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സ്വാമി വിവേകാനന്ദനാണ് ഇപ്രകാരമെല്ലാം പറഞ്ഞത് അല്ലെ. ഉറപ്പല്ലേ? അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെട്ടിരുന്ന പുസ്തകം ഏതാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതായിരുന്നു? ഏതാണ് ആ പുസ്തകം? ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെട്ടത്. ആത്മവിദ്യാ സംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ് അല്ലെ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ഏതാണ് ആ പുസ്തകം? ഓപ്ഷൻ ഏത് ഓപ്ഷൻ അതിൽ ശരിയായിട്ട് വരുന്നത്? ആത്മവിദ്യാ കാഹളമാണോ, അഭിനവ കേരളമാണോ, ആത്മവിദ്യയാണോ? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണ്, ആത്മവിദ്യയാണ് ശരിയുത്തരം അല്ലെ. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഓപ്ഷൻ സി. ഇതാണ് ആത്മവിദ്യ, വാഗ്ഭടാനന്ദന്റേതാണ്. ശ്രദ്ധിക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്ത് ആണോ, മുംബൈ ആണോ? വേഗം കമന്റ് ചെയ്ത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗൃഹം എന്ന് അറിയപ്പെട്ടിരുന്നത്. എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ആണ് ശരിയുത്തരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓക്കെ, അതായത് ബംഗാൾ വിഭജനത്തെ 1905 നടന്ന ബംഗാൾ വിഭജനത്തെ കഴ്സൺ പ്രഭു ആണ് 1905 ബംഗാൾ വിഭജന സമയത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തത്. ഓക്കെ, അപ്പൊ അതിൽ ആരാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ഒരു ബോംബാണ് ഇത് എന്ന് വിശേഷിപ്പിച്ചത്? ഏതാണ്? കുറെ പേര് ശരിയുത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ്, സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ഒരു ബോംബാണ് എന്ന് 1905 നടന്ന ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇപ്രകാരം വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാമാണ്? ഇവിടെയൊക്കെ ഒരു ഹൈഫൻ ഉണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഏതാണ് ഇതില് ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള ജോഡികള്? ഓപ്ഷൻ എ ആണ് ശരി. 1, 2 എന്നിവ ശരിയാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, ഈ 2 പ്രസ്താവനകളുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ദൈവദാസൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്, ദൈവദാസൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദൈവദാസൻ എന്നറിയപ്പെടുന്നത്?
ആരാണ്? ഓപ്ഷൻ ദൈവദാസൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദ്യം. ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെ, ചാവറ അച്ഛനാണ് ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്, സാമൂഹിക മത പരിഷ്കർത്താവ് അല്ലെ. വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാണ്? വാഴത്തട വിപ്ലവം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ദൈവദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ഇതില്? ഓപ്ഷൻ എ ആണോ ബി ആണോ? ശരി ഉത്തരാണ് പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ഏതാണ് ഇതില്? ടി സദാശിവ അയ്യരാണ്. ടി കെ മാധവനും സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ ഇവരെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത മുൻനിര നേതാക്കന്മാരിൽ ഉണ്ടായിരുന്നവരാണ് ഇവരെല്ലാവരും. ടി സദാശിവ അയ്യര് അദ്ദേഹം ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ടി സദാശിവ അയ്യർ. ഓപ്ഷൻ ഡി ആണ് വൈക്കം സത്യാഗ്രഹത്തിൽ ഉൾപ്പെടാത്ത വ്യക്തി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇലക്ട്രിസിറ്റി സമരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ട കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അത് കണ്ടെത്തിയാൽ വേഗം ഓട് വൺ ഔട്ട് ആക്കിയാൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഏതാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഏതാണ് ശരിയായ പ്രസ്താവനകൾ? 1, 3, 4 അല്ലേ? ഓക്കെ, അപ്പൊ ഏതാണ് രണ്ടാമത്തെ പ്രസ്താവന? നോക്കൂ, 1935 വൈദ്യുത പ്രക്ഷോഭം നടന്നത്. 35 1936 അല്ലെ. ബാക്കിയുള്ളതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇലക്ട്രിസിറ്റി സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഇതും നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന മുൻ പരീക്ഷകളിൽ ആവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണിത്. ഇപ്പൊ കുറെ ചരിത്ര സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ വേഗം ഒന്ന് ഓർഡറിലേക്ക് ആക്കിക്കേ. ഏതാണ് ഇതിന്റെ ഓർഡർ? ശരിയായിട്ടുള്ള ഓർഡർ? ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര, ഉപ്പു സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ. ഓപ്ഷൻ ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും വ്യത്യസ്ത ആൻസേഴ്സ് ആണ് പറയുന്നത്. ഓപ്ഷൻ നേരെ ഒന്ന് നോക്കൂ, കറക്റ്റ് ആയിട്ട് ഇയേഴ്സ് ഒക്കെ നോക്കൂ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4-1. അതായത് ബംഗാൾ ഗസറ്റ്, ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര, ഉപ്പു സത്യാഗ്രഹം, ലാസ്റ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അതിന്റെ ഇയർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അത് പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? 5 പ്രസ്താവനകളുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. 1, 2, 4 പ്രസ്താവനകൾ ഇവിടെ എന്താണ്? ശരിയാണ്. എവിടെയാണ്? നോക്കൂ, 1, 2, 4 ശരി. മൂന്നാമത്തെ, പുന്നപ്ര വയലാർ സമരം നടന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണോ നടന്നത്? അല്ല. എവിടെയാണ്? ആലപ്പുഴയാണ്. കോഴിക്കോടല്ല, ആലപ്പുഴയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന എന്തായത്? തെറ്റായത്. ഇനി അടുത്തത് 5 നോക്കൂ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് ഉമ്മിണിത്തമ്പി. ശരിയാണോ? അല്ല. ആരാണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ ആണ് ഇവിടെ ശരി ഉത്തരം. അമേരിക്കൻ മോഡൽ നടത്തിയ ഭരണപരിഷ്കാരം മോഡൽ നടത്തിയത് ആരായിരുന്നു? CP രാമസ്വാമി അയ്യരാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്. 5 പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അതിൽ 1, 2, 4 മാത്രമാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ
ഇന്ത്യൻ വൈസ്രോയി, അതായത് 1942 അല്ലെ, 42 August 9 ക്വിറ്റ് ഇന്ത്യ അല്ലെ. ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി? ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഏതാണ് ഇവിടെ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്, ലിൻലിത്ഗോ പ്രഭുവാണ്. ലിൻലിത്ഗോ പ്രഭുവാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത്. അടുത്ത ചോദ്യം, പ്രവിശ്യകളിൽ ഡയാർക്കി സമ്പ്രദായം ഏർപ്പെടുത്തിയത് ഏത് നിയമമാണ്? അല്ലെ, പ്രവിശ്യകളില് ഡയാർക്കി സമ്പ്രദായം, അതായത് ദ്വിഭരണം പറയില്ലേ, ആ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഈ പറയുന്നതിൽ ഏത് ഭരണ പരിഷ്കാരമാണ്? ഏത് നിയമമാണ്? ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ത് കൊണ്ടുവന്നത്? ഈ ഒരു ഡയാർക്കി, അതായത് ദ്വിഭരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടന, ഓക്കെ, ബന്ധപ്പെട്ട നിയമം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതാണ്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ്? അല്ലെ, കുറെ സുപ്രധാന സംഭവങ്ങൾക്കും കുറെ നിയമങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വേദിയാണിത്, കൊൽക്കത്ത. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്തത്, ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരാണ് വൈസ്രോയി? അല്ലെ, ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബംഗാൾ വിഭജനം എന്ന് പറയുന്ന നിയമം നിലവിൽ വരുന്ന സമയത്ത്, പ്രഖ്യാപിച്ച സമയത്താണ് കഴ്സൺ പ്രഭു നിരോധിച്ചത് ആരായിരുന്നു? ഹാർഡിഞ്ച് രണ്ടാമനാണ് അല്ലെ. അപ്പോൾ ചോദ്യം എന്താണ്? ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ കൊണ്ടുവന്നത് ആരാണെന്നല്ല, ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, മിന്റോ രണ്ടാമൻ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ ആണ് 1905. ഹാർഡിഞ്ച് രണ്ടാമനാണ് ഇത് അടിച്ചമർത്തിയത്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ റദ്ദാക്കിയത്. ആ സമയത്ത് നിലവിൽ വരുമ്പോൾ ആരാണ്? മിന്റോ രണ്ടാമനായിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് അല്ലെ, കാൺപൂരിൽ വിപ്ലവം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. ആരാണ്? ഓപ്ഷൻ സി ആണ്, നാനാ സാഹേബ് അല്ലെ. ബുദ്ധി കേന്ദ്രം 1857 ബുദ്ധി കേന്ദ്രം, ശിപ്പായി ലഹള അല്ലെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ഈ 1857 വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇതില് നാനാ സാഹിബാണ് വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടത് അല്ലെ. നാനാ സാഹിബ് എവിടെയാണ് കലാപം നയിച്ചത്? കാൺപൂരിലാണ് അദ്ദേഹം കലാപം നയിച്ചിരുന്നത് അല്ലെ. എന്തായിരുന്നു പെട്ടെന്നുണ്ടായ കാരണം? അതായത് മൃഗക്കൊഴുപ്പ് പുരട്ടിയ ആ ഒരു തോക്കുകള് ഈ ശിപ്പായിമാർക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, സൈനികർക്ക് വെടിവെട്ടിക്കാൻ കൊടുത്തതാണ് പെട്ടെന്നുണ്ടായ വിപ്ലവത്തിന്റെ കാരണങ്ങളിൽ പെടുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിലൊക്കെ കഴിഞ്ഞ കുറെ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പൊ വ്യക്തമായിട്ട് പഠിച്ചു മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ്? സംവാദ് കൗമുദി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സംവാദ് കൗമുദി അല്ലെ, നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് ആൻസർ പറയാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം, രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ നവോത്ഥാന പരിഷ്കരണത്തിലെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടിരുന്ന രാജാ റാം മോഹൻ റോയ് ആണ് സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ. ഓക്കെ, ബംഗാളി ഭാഷയിലുള്ളതായിരുന്നു സംവാദ് കൗമുദി. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ 10 സിദ്ധാന്തങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആരാണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടതാണ്. ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ സമൂഹത്തെ അടിമുടി ഉടച്ചു വാർക്കുന്നതിനും സാമൂഹിക പരിഷ്കരണങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട്, രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായിരുന്നു ആര്യ സമാജം അല്ലെ. വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യക്കാർക്ക് തുടങ്ങിയവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്?
ബന്ധപ്പെട്ടതാണ്. ആര്യ സമാജവും അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ബംഗാൾ വിഭജന കാലത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ആരായിരുന്നു? ആരായിരുന്നു? ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ലോർഡ് ബ്രോഡ്രിക് ആണ്. ലോർഡ് ബ്രോഡ്രിക് ആണ് ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ സെക്രട്ടറി ആരായിരുന്നു? ലോർഡ് ബ്രോഡ്രിക് ആണ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നത്. അടുത്തത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പ് ഗാന്ധിജി ലോർഡ് ഇർവിന്, അതായത് ഇർവിൻ പ്രഭുവിന് നൽകിയത് എപ്പോഴാണ്? ഓക്കെ, അതായത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോർഡ് ഇർവിന് മഹാത്മാഗാന്ധി അറിയിപ്പ് കൊടുത്തത് എപ്പോഴായിരുന്നു? എപ്പോഴായിരുന്നു? ഡേറ്റ് ഓർമ്മയുണ്ടോ? ഏതാണ് ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 2 മാർച്ച് 1930 അല്ലെ? 1930 മാർച്ച് 2 ഇങ്ങനെ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നു എന്ന ഒരു കാര്യത്തെ പറ്റിയുള്ള അറിയിപ്പ് ആർക്ക് കൈമാറിയത്? ഇർവിൻ പ്രഭുവിന് കൈമാറിയത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചവരിൽ ഉൾപ്പെടാത്തത് ആരൊക്കെയാണെങ്കിലും ഉൾപ്പെടുന്നവരെ നോക്കൂ. അപ്പൊ കിട്ടും നമുക്ക് ആരാണ് ഉൾപ്പെടാത്തതെന്ന്. ആരാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി? ഓപ്ഷൻ സി ആണ്. കുറെ പേര് ശരി ഉത്തരാണ് പറഞ്ഞട്ടോ. ലാലാ ലജ്പത് റായ് ആണ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി. ഓക്കെ, അത് മാത്രല്ല ലാലാ ലജ്പത് റായിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 1928 എറണാകുളത്ത് വെച്ച് നടന്ന അഖില കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ച വ്യക്തി കൂടിയായിരുന്നു ലാലാ ലജ്പത് റായ് ട്ടോ. 1928 എറണാകുളത്ത് വെച്ച് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി കൂടിയായിരുന്നു ലാലാ ലജ്പത് റായ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.